ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ മുട്ടക്കുംസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണാം കേട്ടോ. പിന്നെ ചില ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട ഞാനിതാ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പം പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്ന പാത്രമില്ലേ, ആ പാത്രം നല്ല ഡ്രൈ ആവണം. ഒരു തുള്ളി ഡ്രോപ്സ് വരെ, ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്തില്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതേപോലെ ചെറുതായിട്ട് ഫസ്റ്റിൽ, സെക്കൻഡിൽ, തേർഡിൽ ഇട്ടിട്ട് സ്റ്റെപ്പായിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ എന്ന അളവിലാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം 3 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ, അപ്പം 3 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ട് പിന്നെയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് കിട്ടണം. അങ്ങനെ ഇതാ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ വേണം നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പതഞ്ഞ് വന്നാലേ നമ്മുടെ കുംസ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ. അപ്പം നമ്മൾ പഞ്ചസാര എടുത്ത അതേ അളവിൽ വേണം മൈദ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം 3 മുട്ടയ്ക്ക് 6 ടേബിൾ സ്പൂണ് മൈദ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പളവാണെങ്കിൽ അരക്കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുമ്പം ഇതേപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം, കുത്തി ഇളക്കി ഇടാണ്ട് ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ബീറ്റർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് സ്പീഡിൽ, അതായത് 1-ൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല. ഒരു 1ാമത്തെ സ്പീഡിലിട്ടിട്ട് ഇതേപോലെ ചെറുങ്ങനെ പതുക്കെ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒരു അരമിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമിനിറ്റ് മതി കേട്ടോ. അരമിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാണ്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുംസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് മതി കേട്ടോ. നെയ്യ് തന്നെ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ കുംസ് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതാ കുറച്ച് തടവി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതേപോലെ പതുക്കനെ ഇതേപോലെ ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കുംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓരോരാൾ ഉണ്ടാക്കുമ്പോൾ പറയുന്നുണ്ട് പെർഫെക്റ്റായിട്ട് കുംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, പൊന്തി വരലില്ല, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പോകുന്നു എന്നെല്ലാം പറയലുണ്ട്. ഈ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള കുംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിം എന്ന് വെച്ചാൽ അത്രയ്ക്കും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ അടിക്ക് ഏതെങ്കിലും ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ കൃത്യം ഒരു 10-15 മിനിറ്റ് തന്നെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ആക്കി തരാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്, ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സിമ്പിളായിട്ടുള്ള മുട്ടക്കുംസി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പൊന്തിയിട്ടും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെക്കാം. നല്ല അടപ്പ്
അടപ്പിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കുംസാണ് കേട്ടോ. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത ആളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ, നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഒന്നും ഇടാണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും കൂടി അറിയിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.